ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയ ട്രിക്കായിട്ട് വന്നിരിക്കുന്നത്. വളരെ ചെറിയ ട്രിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കായിട്ട് വന്നിരിക്കുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു 10 രൂപയുടെ നോട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ മാജിക് ഒന്നുമില്ല, 10 രൂപയുടെ നോട്ട്. ഈ ഒരു നോട്ടിലത്തെ ഈ ഒരു പേനായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല. ഈ ഒരു എഴുത്ത് പേന കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേനയുടെ ഒരു മഷി, ഈ ഒരു ഇങ്ക് എങ്ങനെ മായ്ക്കാം? നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നൊരു സാധനം, അത്ര റേറ്റ് ഒന്നും വരില്ല. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ മായ്ക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ എല്ലാ വീഡിയോയിലും പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിനായി ആദ്യം ആവശ്യമുള്ളത് ഇതുപോലൊരു പാത്രമാണ്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മായ്ക്കേണ്ട മഷിയുള്ള 2 നോട്ടുകളാണ്. 50 രൂപയുടെ ഒരു 10 രൂപയുടെ നോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നോട്ടുകൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിത് നോട്ടുകൾ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ളത് ടിന്നറാണ്. ഇത് നമുക്ക് പെയിൻറ് ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സംഭവമാണിത്. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ, ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. ആ ബോട്ടിൽ നിറച്ചൊന്നും ആവശ്യമില്ല, ഇതിൽ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയ ബോട്ടിൽ മേടിച്ചാൽ മതി നിങ്ങൾ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലാണിത്. നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന, മഷി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് വെക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ 10 രൂപയുടെ നോട്ടിൽ നിന്ന് ഏകദേശം പോയിട്ടുണ്ട്, കുറച്ചുകൂടി അതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ 50 രൂപയുടെ നോട്ട് എടുക്കുമ്പോൾ അതിൽ ഏകദേശം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10 രൂപയിൽ നിന്ന് ആ മഷി കൂടി പോകാൻ നമുക്കൊരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ മുക്കി വെച്ച് നമുക്ക് 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കൂടി നമ്മളിത് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. 10 രൂപ നോട്ടിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാ മഷിയും പോയിട്ടുണ്ട്. 50 രൂപ നോട്ടിൽ നിന്നും ഏകദേശം എല്ലാ മഷിയും പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു മഷി അതിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യണം വെച്ചാൽ ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ സാധാരണ വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചാൽ മതി. 2 മിനിറ്റോളം ഒന്ന് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതൊന്ന് ഉണക്കിയെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 2 നോട്ട് നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് കടയിലും സുഖമായി കൊടുക്കുക, ആരും ഒന്നും പറയില്ല. ഇതിപ്പോൾ മഷി ഉണ്ട് തന്നെ ഇതിൽ നിന്ന് അറിയുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ട്രിക്കും ടിപ്സും അങ്ങനെ കുറച്ച് വീഡിയോസ്, 10ഓളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.